മമ്മൂട്ടി സാർ 15 വർഷമായി ആവശ്യപ്പെടുന്നു. ഇതുവരെ അത് സമ്മതിച്ചിട്ടില്ലെന്ന് ജയറാം. മലയാളികൾക്കും തമിഴർക്കും മാത്രമല്ല തെന്നിന്ത്യൻ പ്രേക്ഷകർക്കൊക്കെ പ്രിയങ്കരനായ നടനാണ് ജയറാം. മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമെല്ലാം അദ്ദേഹം അഭിനയിച്ചു. അഭിനയത്തിന് പുറമെ താളവാദകനായും ശ്രദ്ധേയനായ ജയറാം കൃഷിയോടും വലിയ താല്പര്യമുള്ള ആളാണ്. കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു ഫാമുണ്ട്. ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ്. തമിഴിൽ അഭിനയിച്ച് അടുത്തിടെ പുറത്തിറങ്ങിയ പരിമള ആൻഡ് കോ എന്ന ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ജയറാം ഇക്കാര്യങ്ങൾ പറയുന്നത്. കാണികൾക്കും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന പരിപാടിയിൽ ഒരു പെൺകുട്ടിയുടെ ചോദ്യം ഇപ്രകാരമായിരുന്നു: ഒരു ദിവസം ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ സിനിമ എന്നൊന്നില്ല, അങ്ങനെയാണെങ്കിൽ ജയറാം എന്തു ചെയ്യും, എവിടെയായിരിക്കും? ഇതിന് ജയറാം നൽകിയ മറുപടി ഇങ്ങനെ: ചെന്നൈയിലായിരിക്കും ഉറക്കം ഉണരുന്നത്. രാവിലെ എണീക്കുമ്പോൾ സിനിമയില്ല, കോടമ്പക്കമില്ല, ഒന്നുമില്ല. എനിക്ക് കേരളത്തിൽ കൃഷിയുണ്ട്, നേരെ അവിടേക്ക് പോകും. ഒരുപാട് വർഷങ്ങളായി ഉള്ളതാണ്. അത് ഞാൻ പുറമേക്ക് അധികം പ്രദർശിപ്പിക്കാറില്ല. ഫോട്ടോ എടുക്കുകയോ മറ്റുള്ളവരെ കാണിക്കുകയോ ഒന്നുമില്ല. ആരും അവിടെ വന്നിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ആളാണ് മമ്മൂട്ടി സാർ. 15 വർഷമായി അദ്ദേഹം എന്നോട് ചോദിക്കുന്നു, ഒരു തവണ എന്നെ അവിടെ ഒന്ന് കൊണ്ട് കാണിക്കാമോ എന്ന്. പക്ഷെ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതെൻ്റെ വ്യക്തിപരമായ സന്തോഷമാണ്, കൊണ്ടുപോകില്ലെന്ന് ജയറാം പറയുന്നു. കൃഷിക്കൊപ്പം കന്നുകാലി വളർത്തലുമുണ്ട്. എനിക്കേറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ഇടവേളകളിലെല്ലാം ഞാൻ അവിടെയാണ് ഉണ്ടാവുക. സിനിമയിലാണെങ്കിൽ ഒരു ദിവസം ആരംഭിക്കുക രാവിലെ 6 മണിക്കായിരിക്കും. എന്നാൽ ഫാമിൽ അത് പുലർച്ചെ 3:30 പശുവിനെ കറക്കൽ എല്ലാം ആ സമയത്താണ് തുടങ്ങുക. അതൊരു 7:30, 8 മണി വരെ ഉണ്ടാകും. വൈകുന്നേരം വരെ അവിടെ ജോലികൾ ഉണ്ടാകും. അതിൽ ഞാൻ പൂർണ്ണമായും മുഴുകും, ശരിക്കും ആസ്വദിക്കുകയും ചെയ്യും. ഇവിടെ സിനിമയില്ലാതായാൽ നേരെ അവിടേക്ക് പോകും. എനിക്ക് 3 തവണ കൃഷി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 2005 മികച്ച പരിസ്ഥിതി സൗഹൃദ ഫാം, മികച്ച ഫാം, 2022 മികച്ച കർഷകനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും. കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ പുരസ്കാരത്തിൽ എന്നെ കൂടുതൽ അഭിനന്ദിച്ചതെന്ന് ജയറാം പറയുന്നു. പിന്നെയും അധിക സമയം ലഭിച്ചാൽ ഞാൻ ചെണ്ട കൊട്ടാൻ പോകുമെന്നും ജയറാം പറയുന്നു.